ഞാൻ എൻ്റെ നിലപാട് നേരത്തെ തന്നെ സംസാരിച്ചിരുന്നു. കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഒറ്റ നിലപാടാണ്, അത് ഇടതുപക്ഷത്തിനോടൊപ്പമാണ്. ആ നിലപാട് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ചർച്ചാ വിഷയവും പാലായും തൊടുപുഴയൊക്കെ ആണല്ലോ. അവിടെ ഇല കരിഞ്ഞു പോയി, ഇതൊക്കെയാണല്ലോ സംസാരം. നിങ്ങളെടുത്ത് പരിശോധിക്കണം. പാലാ മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ പ്രാവശ്യം 10 സീറ്റുകളിലാണ് ഞങ്ങൾ വിജയിച്ചത്, 2 ചിഹ്നത്തിൽ. അത് ഈ പ്രാവശ്യവും 2 ചിഹ്നത്തിൽ ജയിച്ചത് 10 സീറ്റുകൾ 2 ചിഹ്നത്തിൽ വിജയിച്ചു എന്ന് പറഞ്ഞാൽ സിംഗിൾ മജോറിറ്റിയുള്ള പാർട്ടി കേരള കോൺഗ്രസ് എം തന്നെയാണ്. അത് 1. 2, പാലാ നിയമസഭാ മണ്ഡലത്തിൽ എൻ്റെ ഇതിലെ കണക്കുണ്ട്, നമ്മുടെ കാണിക്കാം. നിയമസഭാ മണ്ഡലത്തിൽ 2198 വോട്ട് ലീഡ് LDFനാണ്. 2198 വോട്ട്. ഈ വീമ്പൊക്കെ അടിക്കുന്ന തൊടുപുഴയിൽ നിയോജക മണ്ഡലത്തിൽ ഈ പറയുന്ന ആ വീമ്പടിക്കുന്ന തൊടുപുഴയിൽ അവിടെ മുനിസിപ്പാലിറ്റിയിൽ അവരേതാണ്ട് 38 വാർഡുകളുണ്ട്. വിജയിച്ചത് ജോസഫ് ഗ്രൂപ്പ് വിജയിച്ചത് 2 മാത്രമാണ്. ഇനി അത് പോട്ടെ, നമ്മളാരെ ആക്ഷേപിക്കാനൊന്നുമില്ല. പിന്നെ പറഞ്ഞ ഉത്തരം പറയണുണ്ട്, ഇനിയും പറയാനുണ്ട്. 80-ന് ശേഷം മുനിസിപ്പാലിറ്റി ഫോം ചെയ്തതിന് ശേഷം ഒരു പ്രാവശ്യം പോലും മുനിസിപ്പാലിറ്റി ഒരു ചെയർമാനായി ജോസഫ് ഗ്രൂപ്പ് വന്നിട്ടില്ല. പക്ഷെ കേരള കോൺഗ്രസ് 3 പ്രാവശ്യം വന്നിട്ടുണ്ട്, ഞങ്ങളുടെ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് ഈ പറയുന്ന കടുത്തുരുത്തിയിലും പറയുന്നുണ്ടല്ലോ ഇലയുടെ കാര്യത്തിൽ. അവിടെ ഇനി വെള്ളം കോരാൻ ആരും വരണ്ട എന്ന് ഒഴിക്കാമെന്നും പറയും. എനിക്ക് തോന്നുന്നു പഴയ കാലത്ത് ആ രീതിയാണ് ഇപ്പോഴും അദ്ദേഹം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഈ പറഞ്ഞ വികസന കാര്യത്തിലൊക്കെ ആധുനിക കാര്യത്തിലെല്ലാം പുറകോട്ട് അതുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. പുതിയ ഒരു മെക്കാനിസം ഉണ്ട്, ഡ്രിപ്പ് ഇറിഗേഷൻ. വെള്ളം കോരി ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അത് അവിടെ നിൽക്കട്ടെ. പക്ഷെ അത് മാത്രമല്ല, കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിന്റെയും 2024 തെരഞ്ഞെടുപ്പിന്റെയും ഒക്കെ നമ്മൾ എടുത്തു നോക്കി. 25 നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിയാൽ ഇത് ഏതാണ്ട് 11,000 വോട്ടിന് ഭൂരിപക്ഷമാണ് UDF ഉണ്ടായിരുന്നത്. ഇപ്പോൾ എത്രയാണ്? ഇപ്പോൾ വന്നിരിക്കുന്ന ലീഡർഷിപ്പ് ഇതിന് വന്നിരിക്കുന്നത് ഏതാണ്ട് 2000-ന്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഒരു സെക്കൻഡ്. അത് മാത്രമല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇവിടെ നിൽക്കുന്നു സ്റ്റീഫൻ ജോർജ് 45,000-ൽ നിന്ന് ഭൂരിപക്ഷത്തിൽ നിന്ന് 4,000-ലേക്ക് തിരിച്ചു പോയത്. അപ്പോൾ മാർജിൻ ഈ പറയുന്ന 2,000-ന്റെ അടുത്ത് വന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ സംഘടനാപരമായി ഇന്ന് കേരള കോൺഗ്രസ് എമ്മിന് കിട്ടേണ്ട സീറ്റുകൾ അല്ലെങ്കിൽ വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. ഈ പാലാ നിയമസഭാ മണ്ഡലത്തിൽ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട 4 ഇതിന്റെ അതിർത്തിയിൽ വരുന്ന 4 ജില്ലാ പഞ്ചായത്തുകളാണ് ഉള്ളത്. ആ 4 ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ പ്രാവശ്യം 3 വിജയിച്ചു, ഈ പ്രാവശ്യം 3 വിജയിച്ചു. 1 നേരത്തെ മലയോര പ്രദേശങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടുണ്ട്. മൊത്തം 5 വിജയിച്ചിരുന്ന ജില്ലയിൽ ഇപ്പം 4 വിജയിച്ചു. ഇതാണ് അതിന്റെ വസ്തുത. പിന്നെ വാരിക്കോഴി ഇങ്ങനെയൊക്കെ നമുക്ക് അവകാശിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ പരുതിന്റെ പുറത്തിരിക്കുന്ന കുരുവിയെ പോലെയാണ് പറഞ്ഞ മനസ്സിലായി. ആ അവസ്ഥയാണ് അവർക്കുള്ളത്. പിന്നെ കോൺഗ്രസ് എന്തെങ്കിലും കൊടുത്താൽ അത് മേടിച്ചെടുക്കും, അതൊക്കെ ഉള്ളൂ. സാങ്കേതികമായി ഇങ്ങനത്തെ കണക്കുകൾ പറയാമെങ്കിലും കോട്ടയം ജില്ലാ പഞ്ചായത്ത് പാലാ നഗരസഭ തിരിച്ചു പിടിക്കാൻ പറ്റിയില്ല. താങ്കളുടെ ഒരു കഷ്ടം. ആരാ തിരിച്ചു പിടിച്ചത്? ഞാൻ എന്താ പറഞ്ഞത്, സംഘടനാപരമായി ഞങ്ങളുടെ ആ സിറ്റുവേഷൻ സ്റ്റേറ്റസ് കോ ഞങ്ങൾ നിലനിർത്തിയെന്നല്ലേ പറഞ്ഞുള്ളൂ. കോട്ടയം ജില്ലാ പഞ്ചായത്ത് പരാജയപ്പെട്ടു, ഇല്ലാന്ന് പറഞ്ഞില്ലല്ലോ, പരാജയപ്പെട്ടു. ഈ പറയുന്ന സംഘടനാപരമായി കേരള കോൺഗ്രസ് പാർട്ടിക്ക് ലഭിക്കേണ്ട വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ പൊതുവെ കേരള സംസ്ഥാനത്തെ കുറച്ച് വോട്ടുകൾ UDFിലേക്ക് പോയിട്ടുണ്ട്. എങ്കിലും 14 ജില്ലാ പഞ്ചായത്തുകൾ 7 ജില്ലാ പഞ്ചായത്തും ഇപ്പോഴും LDFന്റെ ഇതിലാണ് എന്ന് പറഞ്ഞത് അങ്ങനൊന്നാണോ? അല്ലല്ലോ. ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുമ്പോഴും ഏതാണ്ട് 74 സീറ്റുകളിലാണ് UDFിൽ നിൽക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് വന്നത് 80 എന്ന് പറഞ്ഞു. കൃത്യമായിട്ട് എടുത്ത് നോക്കിക്കൂ. അപ്പോൾ അതിനകത്ത് കൃത്യമായി പറയട്ടെ, സംഘടനാപരമായി മധ്യ തിരുവിതാംകൂറിലും ഞങ്ങൾ സ്വാധീനമുള്ള പ്രദേശത്ത് നമ്മളെ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും എന്ത് പ്രതിസന്ധി ഉണ്ടെന്ന് നിലനിർത്തി. അത് ഇനി
പോരായ്മകളുണ്ട്, വീഴ്ചകളുണ്ട്, പരിശോധിക്കും. ഇതിനുവേണ്ടി വോട്ട് ചെയ്ത് പ്രവർത്തിച്ചവരോട് എല്ലാവരോടും നന്ദി പറയുന്നു. അതോടൊപ്പം ജനവിധി വളരെ വിനയത്തോടുകൂടി, ഞാൻ വീണ്ടും പറയുന്നു, വിനയത്തോടുകൂടി അത് സ്വീകരിക്കുന്നു. എന്താണ് ഇതിന്റെ വീഴ്ചകൾ പറ്റിയത് പൊതുവായിട്ട് സംസാരിച്ചെങ്കിലും ബാക്കി കാര്യങ്ങൾ ഇവിടെ LDFന്റെ കൺവീനർ സംസാരിക്കും. അതിന് കൂടുതൽ ഡീറ്റെയിലേക്ക് പോകും. UDF വീണ്ടും അതായത് പരാജയപ്പെട്ടിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ക്ഷണിച്ചതുപോലെ തന്നെ ഇപ്പോഴും നിങ്ങളെ ക്ഷണിക്കുന്നുണ്ട്. അതിനകത്തെല്ലാം ഉത്തരവുണ്ടല്ലോ. ഞാൻ ഇപ്പൊ സംസാരിച്ച് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യല്ലേ. താങ്കൾ പറഞ്ഞ ആ കാര്യത്തിൽ ഞാൻ പറഞ്ഞ അതിൽ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നതാണ് ആ ചോദ്യം. അതിനകത്തെല്ലാം ഉണ്ട്. ആ ഉത്തരത്തിൽ എന്താണ്? സംഘടനാപരമായി കേരള കോൺഗ്രസ് എമ്മും ഇപ്പോഴും ശക്തി ആർജിച്ച് നിൽപ്പുണ്ടെന്നുള്ളതാണ്. CPI സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് 10 ജില്ലകളിൽ മലപ്പുറം തിരിച്ചടി എഴുതുന്നതാണ്. അപ്പൊ താങ്കളുടെ പാർട്ടിക്ക് അവിടെ ബേസ് ഉണ്ട്, അവിടെ ഈ നമ്പർ അങ്ങ് പറഞ്ഞു. പക്ഷേ ആ ഗുണം മുന്നണി കിട്ടിയിട്ടില്ല താങ്കളുടെ പാർട്ടി ഉള്ളതുകൊണ്ട്. അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഏറ്റക്കുറവുകൾ എല്ലാ ജില്ലകളിലും വന്നിട്ടുണ്ട്. ആ ഏറ്റക്കുറവുകൾ സംഘടനാപരമായ കേരള കോൺഗ്രസ് നിലനിർത്തി പോയിട്ടുണ്ട്. LDF ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ചില കുറച്ചുകൾ അവിടെ ഇവിടെ വന്നിട്ടുണ്ട്. അതെന്താണെന്ന് പരിശോധിക്കും. LDF ഉറച്ചു നിൽക്കും. അത് പറഞ്ഞു, LDFന് കുറച്ച് നിൽക്കാൻ അവിടെ പോകാൻ. അത് ആ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും പരിശോധിക്കും. അതിന്റെ ചർച്ചകൾ എന്താണെന്നുള്ളത് LDF കൺവീനർ സംസാരിക്കും. ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ ഒന്നുകൂടെ യോഗം ഉണ്ടാവും.